ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഇനി വസുന്ധര മനസ്സിലാക്കാണ് കേട്ടോ. ഇവിടെ പ്രണവിനോട് പോലും സ്നേഹമില്ല. ഇവിടെ ശിവാനി തന്റെ പണത്തിനും തന്റെ കുടുംബം തകർക്കാനും കയറി വന്നവളാണ്. നിധി പറയുന്നത് എത്രയോ സത്യമായിരുന്നു എന്നുള്ള ആ സത്യം വസുന്ധര ഇനി മനസ്സിലാക്കുന്ന ആ കടുക്കൻ സീനുകളാണ് കേട്ടോ. അങ്ങനെ ശിവാനി ഓരോ ദിവസവും വസുന്ധരയെ വീണ്ടും വീണ്ടും ട്രാപ്പിലാക്കാണ്. തന്റെ മകൻ ഇറങ്ങിപ്പോയതിന്റെ ആ കുറ്റബോധത്തിൽ ഇരിക്കുന്ന വസുന്ധരയെ അങ്ങ് വീണ്ടും വീണ്ടും തന്റെ വരുതിക്ക് ശിവാനി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ പറയുന്നത് പോലെ വസുന്ധര കെണിയിൽ വീഴാണ്. പിന്നീട് CKCയുമായ പല തന്ത്രങ്ങളും വെച്ച് ഈ നിധിയെ തകർക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കൂട്ടോ. പക്ഷെ അതിനിടയ്ക്ക് ഈ പ്രണവ് സ്വത്തുക്കളെല്ലാം ഇനി ഗൗതമിന് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ആ സമയം ഇവിടെ തന്റെ സ്വത്തുക്കൾ കൊടുക്കുന്നത് അതിനും തടയിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എങ്ങനെ നോക്കിയാലും തന്റെ മകൻ തന്റെ പരിധിക്ക് വരുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന വസുന്ധരക്ക് തന്റെ മകനെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തുമ്പോൾ വസുന്ധര ഒരു തീരുമാനമെടുക്കാണ്. തന്റെ സ്വത്തുക്കളും ഈ പറയുന്ന എന്റെ മകനെ എഴുതി കൊടുക്കാം എന്നുള്ള തീരുമാനം കേട്ടോ. ഇത് അത്രയങ്ങ് പിടിക്കില്ല, അത്രയങ്ങ് സുഖിക്കില്ല ശിവാനിക്ക്. അങ്ങനെ ശിവാനി ഇനി എന്ത് ചെയ്യും, താൻ എങ്ങനെ ഇത് തടയിടും എന്നൊക്കെ തീരുമാനിച്ചു നിൽക്കണം കേട്ടോ. ഇതേ സമയം താൻ ആരോട് ചെന്ന് പറയും, എങ്ങനെ ഈ വസുന്ധരാന്റെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങണം കേട്ടോ. ഈ സമയം വസുന്ധരയാണെങ്കിലോ തന്റെ മകന് കൊടുക്കണം, എന്തായാലും തന്റെ മകനെ പുറത്തോട്ട് കൊണ്ടുവരിക തന്നെ വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഇങ്ങനെ വസുന്ധര ഇരിക്കുന്ന സമയത്ത് ശിവാനി ആണെങ്കിലോ തനിക്ക് വേണ്ട ഒരാളെ വിളിക്കാനായിട്ട് ഒരു ഗുണ്ടയെ വിളിക്കണം. തീർച്ചയായും ഇത് CKC ഇടപെടുത്താൻ പാടില്ല. CKC എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പ്രണവിന്റെ സ്വത്തുക്കൾ ഇങ്ങനെ ഗൗതമിന്റെ സ്വത്തുക്കൾ പ്രണവിന്റെ പേരിലാക്കുമ്പോൾ എനിക്കൊരു പങ്ക് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി വസുന്ധരയുടെ സ്വത്തുക്കൾ ഇനി വേണമെന്ന് പറഞ്ഞ് ഒരു പങ്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ആ ആപത്ത് ഒഴിവാക്കാൻ തനിക്ക് ഏറ്റവും വലിയൊരു ഉപായം വേറെ ഉള്ളവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ശിവാനി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തീർച്ചയായും ഇനി CKC വേണ്ട, താൻ തന്നെ ഒറ്റക്ക് തീരുമാനമെടുക്കണം, ഇത് താൻ തന്നെ ഒറ്റക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കണം. അങ്ങനെ ശിവാനി തൻ്റെതായ ഒരാൾക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ അമ്മ ഈ പറയുന്ന രേണുകയുമായിട്ടാണ് ഈ ഗൂഢാലോചന നടത്തുന്നത് കേട്ടോ. അപ്പൊ രേണുക പറയുന്നുണ്ട്, വസുന്ധര ഈ സ്വത്തുക്കളെല്ലാം രജിസ്ട്രേഷൻ നടത്താൻ പോകുന്ന ആ സമയം അവിടെ ഗൗതം എത്തരുത്, അത് പ്രണവിനെ കൊണ്ടുപോകണം, അവിടെ പ്രണവ് എത്തണം. എന്നാൽ വസുന്ധരയാണെങ്കിലോ വലിയ സുബോധത്തിലോ ആയിരിക്കരുത്, അവരെ ആ രീതിയിൽ വേണം ശിവാനി നീ അവിടോട്ട് കൊണ്ടുവരേണ്ടത്. അവരുടെ വെളിവ് നഷ്ടപ്പെട്ടതുപോലെ സംസാരിക്കാനുള്ള ആ ഒരു രീതി ആയിരിക്കണം, അതാണ് നീ ചെയ്യേണ്ടത് എന്ന് രേണുക പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ രേണുക പറയുമ്പോൾ അവിടെ തന്നെ വസുന്ധര ഇങ്ങനെ പുറത്തോട്ട് പോവുമായിരിക്കട്ടെ. തന്റെ മകനെ സ്വത്തുക്കളെല്ലാം കൈമാറണം, തന്റെ മകൻ വരാ എന്ന് സമ്മതം മൂളിയെങ്കിൽ തീർച്ചയായും തന്റെ സ്വത്തുക്കളെല്ലാം അവന് കൈമാറണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി വസുന്ധര ഇങ്ങനെ ആ സന്തോഷത്തോടു കൂടി വസുന്ധര പുറത്തോട്ട് കിടക്കുമ്പോൾ ശിവാനിയാണ് ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത് വസുന്ധര ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ. ഉടൻ തന്നെ വസുന്ധര അത് കേൾക്കുമ്പോൾ വസുന്ധര പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഒരു മൂർഖൻ പാമ്പിനെ ഞാൻ ഇവിടെ കൊടുന്ന് വളർത്തിയത്, ഞാൻ ഇത്രയും വലുതാക്കിയത് എന്നുള്ള സത്യം വസുന്ധര മനസ്സിലാക്കുന്ന കേട്ടോ. അങ്ങനെ രേണുക കാര്യങ്ങൾ പറയണ, മോളെ ഒരിക്കലും ഒരാളെ ഇതിൽ കൈക്കടത്തരുത്, ഞാനും നീയും നിന്റെ അച്ഛനും ഒരുപാട് നമ്മളെ തള്ളിയിട്ടിട്ടുണ്ട്, ഒരുപാട് മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിതനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഈ അവസരം നമുക്ക് മുതലെടുക്കുക തന്നെ വേണം. അതിന് എന്ത് ചെയ്യണം അമ്മ? അപ്പൊ വീഡിയോ കോളിലാണ് കേട്ടോ അവര് തമ്മിൽ സംസാരിക്കുന്നത്. അതൊക്കെ വസുന്ധര കേൾക്കണം. അത് തന്നെ ആ വസുന്ധര വെച്ചിട്ടല്ലേ നീ അവരുടെ വീട്ടിൽ കയറി പറ്റിയത്? പ്രണവിനോട് സ്നേഹം നടിച്ച് ആ വസുന്ധരയുടെ വീട്ടിലോട്ട് വസുന്ധര പറഞ്ഞിട്ടാണെന്ന് നമ്മൾ അവർക്ക് മുന്നിൽ പറഞ്ഞെങ്കിലും കൂടി അവരെ ആദ്യം വീഴ്ത്തണം. അവരാണ് അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ ശത്രു. ഗൗതമിനെ ഒരിക്കലും ആ സ്വത്തുക്കൾ ഒരിക്കലും പോവാൻ പാടില്ല. അവരുടെ സ്വത്തുക്കൾ എന്ന് പറയുന്ന കണക്കിറ്റ സ്വത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പോവാൻ പാടില്ല. ഇവിടെ നമ്മൾ പ്രണവിനോട് സ്നേഹമുണ്ടായിട്ടോ പ്രണവിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ? അത് കേൾക്കുന്ന ശിവാനി പറയും, തീർച്ചയായും അമ്മ എനിക്കറിയാം. വസുന്ധരാന്റിയുടെ പ്ലാനാണ്. പ്രണവ് എന്ന് പറയുന്ന നിധിയോട് പകരം വീട്ടാൻ മാത്രമാണ് പ്രണവിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഈ പറയുന്ന ആയുധം അവൾക്ക് നേരെ ചൂണ്ടാൻ. എന്നാൽ വസുന്ധരാന്റി മനസ്സിലാക്കാത്ത സത്യം അത് കേൾക്കുന്ന രേണുക പറയണം, എന്തായാലും സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമ്മ എന്താണ് പ്ലാൻ? ഞാൻ പറഞ്ഞല്ലോ, നീ നാളെ എന്തായാലും അവരെയും കൊണ്ടുപോവാ. പക്ഷേ നീ നാളെ രാവിലെ ആവുമ്പോഴേക്കും അവർക്ക് ഭക്ഷണത്തിൽ കൊടുക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ ഞാൻ നിനക്ക് എത്തിച്ചു തരാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായി അവർ സംസാരിക്കില്ല. അവരുടെ സംസാരം നമ്മുടെ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്ന രീതിക്കായിരിക്കും. പ്രണവിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്ക്. കാരണം പ്രണവ് ഇപ്പൊ പഴയതുപോലെ ഒന്നല്ലല്ലോ, കുടിയുടെ വീരാനായി മാറിയിരിക്കല്ലേ. കാരണം പ്രണവിനെ തന്റെ ഭാര്യ തന്നെ കബളിപ്പിച്ചു
ജീവിച്ചിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. ഒരിക്കലും തന്നിൽ നിന്നും ശിവാനിയെ വേറെടുത്താൻ പറ്റില്ല എന്നും പ്രണവ് മനസ്സിലാക്കാനായിട്ട് അട്ട പറ്റിയതുപോലെ പ്രണവിന്റെ കൂടെ ശിവാനി പറ്റിയിരിക്കുകയാണ്. കാരണം പ്രണവിന് കുഞ്ഞില്ലെന്നുള്ള സത്യം, തന്നെ ഇത്ര നാളും കബളിപ്പിക്കുകയാണെന്നുള്ള സത്യമൊക്കെ പ്രണവ് അറിയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശിവാനി പലതരത്തിലൂടെ പ്രണവിന്റെ മേൽ നിന്ന് പോവില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണവിന് ശിവാനിയെ ഒഴിവാക്കാൻ പറ്റാത്ത ആ സാഹചര്യമാവുമ്പോൾ തന്റെ മേലിൽ നിന്ന് താൻ പറിച്ചിട്ടിട്ടും പോവാത്തൊരവസ്ഥ വരുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ മദ്യത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ഇതൊന്നും വസുന്ധരയ്ക്ക് അറിയില്ല. അങ്ങനെ വസുന്ധര ഇതൊക്കെ കേൾക്കാണ്. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, അന്ന് നമ്മൾ പ്രണവിനെ ചെയ്തില്ലേ, പ്രണവിനെ ചെയ്തതുപോലെ തന്നെ ഈ വസുന്ധരയെ മാറ്റിക്കിടത്തണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുള്ളിൽ എന്തായാലും നിന്റെ പേരിലോട്ട് വേണം ഈ സ്വത്തുക്കൾ ആവാൻ, ഒരിക്കലും പ്രണവിന്റെ പേരിൽ ആവരുത്. പ്രണവിന്റെ പേരിൽ എന്ന മുഖേനയായിരിക്കണം നീ അങ്ങോട്ടേക്ക് എത്താൻ എന്നൊക്കെ പറയാനിട്ടോ. ഈ വാക്കുകളൊക്കെ കേട്ട് വസുന്ധര ആകെ ധരിച്ചു പോവാണ്. അങ്ങനെ രേണുക പറയുന്നുണ്ട്, നിധിയെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറക്കിയെങ്കിൽ, വസുന്ധരയെ ഗൗതമിന് മുന്നിൽ കള്ളിയാക്കിയെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പാറുവിനെയും പ്രണവിനെയും വസുന്ധരയെയും ഇറക്കാൻ നമുക്ക് ഒരു പണിയുമില്ല. പിന്നെ നമുക്കാണ് ആ സാമ്രാജ്യം, ആ ഈശ്വരമംഗലം സാമ്രാജ്യം നമുക്ക് കീഴിൽ. അവരൊക്കെ നമ്മുടെ പണിക്കാരെ പോലെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണം മോളെ. അതുകൊണ്ട് ബിസിനസ് ഒക്കെ ഏകദേശം നീ പഠിച്ചെടുക്കണം എന്നൊക്കെ രേണുക വളരെ ആർത്തിമൂർത്ത സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പല സത്യങ്ങളും വെളിയിലോട്ട് വരാനിട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോണിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ നിധി വസുന്ധരയ്ക്ക് വേണ്ടി പലതും അവൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ തടയിട്ടത് നമ്മളല്ലേ. അവളുടെ സ്നേഹം തിരിച്ചറിയാതെ പോയത് അതുകൊണ്ടല്ലേ. നിധി വസുന്ധരയ്ക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വസുന്ധരയ്ക്ക് വിഷം കൊടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശിവാനിയാണ്. പക്ഷേ ഈ നിധി തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ നിധി അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് തന്റെ തലയിലോട്ട് ഇടുകയാണ് ചെയ്തത്. അപ്പൊ നിധി എന്ത് പറഞ്ഞാലും വസുന്ധര വിശ്വസിക്കില്ല, ശിവാനിയുടെ ആ ഒരു വലയത്തിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ. അപ്പൊ ആ സത്യങ്ങളൊക്കെ രേണുക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുന്നതിനോട് കൂടി വല്ലാതങ്ങ് ആയി പോവാണ് വസുന്ധര. തന്റെ മനസ്സിന് താങ്ങാനാവാത്ത അത്രയും വേദനയാവണം. അങ്ങനെ വസുന്ധര ഒരു ഭാഗത്തോട്ട് പോയി പൊട്ടി കരയാനായിട്ട്. താൻ എന്തൊരു പാപിയാണ്, എന്തെല്ലാം പാപങ്ങളാണ് താൻ ചെയ്തത്. പാറു പറഞ്ഞ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നീ കൊടുന്നത് ഒരു മൂർഖം പാമ്പിനെയാണ്, എപ്പോഴും തിരിഞ്ഞു കുത്തുന്ന ഒരു മൂർഖം പാമ്പ്. നീ അവളെ ഒരിക്കലും അങ്ങോട്ടൊക്കെ കൊണ്ടുവരായിരുതായിരുന്നു എന്നുള്ള ആ സത്യം പാറു പറഞ്ഞിട്ട് നമ്മുടെ കുടുംബം തകർത്തത് അവളാണ്, അല്ലാതെ നീ വിചാരിക്കുന്ന നിധിയല്ല. നിധി ഒരിക്കലും ഒരാളുടെ സ്വത്തിന് ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ അവൾ അങ്ങനെയല്ല. ഈ കണക്കറ്റ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് മാത്രം. യാമിനി, നീ, പ്രണവ് എന്നൊന്നും അവൾക്കില്ല. അവളിലും അവളുടെ അമ്മയിലോട്ട് മാത്രമാണ് അത് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കണം കേട്ടോ. പിന്നീട് വസുന്ധര പുറകേക്ക് അറിഞ്ഞതിന് ശേഷം നേരെ ശിവാനിക്ക് മുന്നിൽ അങ്ങ് പോവാണ്. എടി മൂദേവി, നിന്നെ ഞാൻ കൈ പിടിച്ചത് കൂടുന്നത് ഇവിടുത്തെ മഹാലക്ഷ്മി ആക്കുക എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നീ ഇവിടുത്തെ മഹാലക്ഷ്മിയല്ല, നീ ഇവിടുത്തെ മൂദേവിയാണല്ലേ. എന്റെ കുടുംബം തകർത്തവളെ, എന്റെ മോൻ ഈ പടിയിറങ്ങി പോവാൻ നീയാണല്ലേ കാരണക്കാരി. നിധിയാണെന്ന് കരുതി ഞാൻ പലതും നിധിയോട് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ എന്റെ മകന്റെ വെറുപ്പ് നീ എന്നിലോട്ട് സമ്പാദിക്കുകയായിരുന്നില്ലേ. ഞാൻ കേട്ടിടി നിന്റെ സംഭാഷണം എന്ന് പറഞ്ഞിട്ട് വസുന്ധര തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വസുന്ധര ശിവാനിയെ വലിച്ചഴിച്ച് പുറത്തോട്ട് എറിയുന്നുണ്ട്. പക്ഷെ അതൊന്നും വസുന്ധരക്ക് ഇനി ഏൽക്കില്ല. വസുന്ധരയെ ശിവാനി അതേ രീതിയിൽ പുറത്തോട്ടാക്കുന്ന ആ കിടക്കൻ സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ.